നമ്മളുടെ 15 days മാസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ കല്യാണി. അപ്പം എന്താണ് ഇന്ന് അവരുടെ എക്സാമിനേഷൻ ഡേ ആണ്, പ്രാക്ടിക്കലാണ്. സോ എനിക്ക് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കമന്റ്സും അറിയിക്കുക. പ്ലസ് എന്താണ് ആൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ആ ഒരു ടെൻഷൻ മാറിയോ? നമ്മുടെ കോൺഫിഡൻസ് തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കോൺഫിഡൻസ് ആണോ? അല്ലെ, നമ്മളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ വന്നാൽ പഠിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വരുന്നത് അല്ലെ. തിരിച്ചു പോകുമ്പോഴും നിങ്ങൾ അതേ ഒരു സന്തോഷത്തിൽ ഇവിടുന്ന് പോകണം. പഠിച്ച് ഇപ്പൊ ഈ കടന്നു വരുന്ന ആ ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീരാണ്. സോ അതിന് പോകണം. അല്ലാതെ ഞാൻ അവിടെ പോയി എന്റെ പൈസ പോയി ഞാൻ വിഷമിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റണം. സോ അത് നമ്മൾ തരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ തന്നിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ സൂപ്പർബായിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ കഴിവ് കൂടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ കേൾക്കാനും മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളും നല്ലപോലെ ട്രൈ ചെയ്തു അല്ലെ. ഒരു സമയം പോലും വെറുതെ ഇരുന്നിട്ടില്ല. ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തു അടിപൊളിയായിട്ട്. അതുകൊണ്ട് ഔട്ട്ലുക്ക് നല്ല രീതിയിൽ സാരി ആയിക്കോട്ടെ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കൂ. സന്തോഷത്തോടെ കാര്യമൊന്നും വേണ്ട, ചിരിച്ചാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഇയാൾക്ക് പറയാനുണ്ടോ? കല്യാണിയോടാണ് താങ്ക്സ് പറയാനുള്ള. ഇതുപോലൊരു ഇതിലായിട്ട് ഇൻവൈറ്റ് ചെയ്തത് പ്രത്യേകിച്ച് മാമിനും. മാം അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. താങ്ക് യു. ഓക്കെ, ആളും ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ. അവരുടെ ആ ഒരു സന്തോഷമാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരാളെ ഒരുക്കിയിട്ട് ഇവിടെ വരുന്ന എല്ലാ മോഡൽസും പറയും അടുത്ത ഇതിൽ ഞങ്ങളെ വിളിക്കണം, മോഡലായിട്ട് ഞങ്ങളെ വിളിക്കണം എന്ന് വരുന്ന എല്ലാ മോഡൽസും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും. ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസിന്റെ വർക്ക് അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് മോഡൽസ് വരുന്നത്. മോശമാണെങ്കിൽ ദയവ് ചെയ്ത് ഇനി ഞങ്ങളെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും പോവുക. പക്ഷെ ഇവിടെ വരുന്ന ഓരോ മോഡൽസും നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്ത എക്സാം ബാച്ചിലേക്ക് മോഡൽസ് ആയിട്ട് ഞങ്ങളെ തന്നെ വിളിക്കണം. കാരണം അത്രയും സൂപ്പർബായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ. അതിവിടെ വരുന്ന എല്ലാ ബ്രൈഡ്സും പറയുന്ന ഒരു കാര്യമാണ്. കല്യാണത്തിന് പോലും സ്വന്തമായിട്ട് നമ്മളുടെ സ്വന്തം മാരേജിന് പോലും ആൾക്ക് ഇതുപോലെ ആരും തന്നെ, അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുക്കിയിട്ട് പോലും ഒരുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ്, അപ്പൊ അവരുടെ പ്രാക്ടീസിലൂടെ അവർക്ക് അത്രയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്, ഭയങ്കര സന്തോഷം. നമുക്ക് ഈ ഒരു സെക്കൻഡിലാണ് ആസ് എ ട്രെയിനർ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഇപ്പൊ ഈ ഒരു ഫീഡ്ബാക്കിൽ കൂടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.